സൗഹൃദപരമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയം ഉള്ളത്. എല്ലാ പാർട്ടിക്കാരുണ്ടെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കും. അതൊരു വലിയ വിഷയങ്ങളൊന്നും വരില്ല. വളരെ സൗഹൃദപരമായിട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. ചർച്ചകളൊക്കെ അങ്ങോട്ട് ഉണ്ടാവും, ഉണ്ടാവും. പക്ഷേ അതൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നീണ്ട കാലത്തെ ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പക്ഷേ ഈ ചെറിയ പെരുന്നാളിന് ഒരു പ്രത്യേകതയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു ചെറിയ പെരുന്നാൾ കൂടിയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ കൊടിഞ്ഞിൽ തന്നെയാണുള്ളത്. ഇവിടെ ഒരു യാത്രയ്ക്ക് മായി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് കുറേ ആളുകൾ ഞങ്ങളുടെ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ വായനശാലയ്ക്ക് മുമ്പിൽ മീഡിയ വണ്ടി വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ചർച്ചകൾ, തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ആ രാഷ്ട്രീയ ചർച്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കപ്പം ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയമാണല്ലേ? ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇപ്പോഴത്തെ ചെറിയ പെരുന്നാൾ. തീർച്ചയായിട്ടും രാഷ്ട്രീയ ചർച്ചകളൊക്കെ സജീവമാണ്, വളരെ സജീവമാണ്. തിരുരങ്ങാടി മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള കുറെ ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രാഷ്ട്രീയ ചർച്ചകൾ എപ്പോഴും നടക്കാറുണ്ട്. ഇന്നും അതുപോലെ തന്നെ പെരുന്നാൾ സുദിനത്തിലും പെരുന്നാളിന്റെ 2 ദിവസങ്ങളിലായിട്ട് ഇതേ ചർച്ചകളിലേക്കാണ് വന്നുകൊണ്ട്. നോമ്പുകാലം കഴിഞ്ഞ് ഇനി സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് തീർച്ചയായിട്ടും നോമ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും നോമ്പെടുക്കുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ചർച്ചകൾ അപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തുടർന്ന് പെരുന്നാൾ ആഘോഷിച്ച് അതിന് ശേഷം പൂർണ്ണമായ പ്രവർത്തനത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഇറങ്ങാനുള്ള സാഹചര്യത്തിലാണ്. ഈ പെരുന്നാളിന്റെ സന്തോഷത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും കുറവില്ലല്ലേ? ഒരു കുറവില്ല. ആരോഗ്യപരമായിട്ടുള്ള ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. എല്ലാവരും നല്ല നിലയിൽ നല്ലൊരു ബന്ധത്തോടുകൂടിയുള്ള ഒരു ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞതിന് ശേഷം അതോടുകൂടി തന്നെ നമ്മുടെ ഇലക്ഷൻ വന്നതും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചതും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ നല്ലൊരു സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പെരുന്നാളാണെന്ന് കരുതിയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് ആരും മുന്നോട്ട് പോയിട്ടില്ല. ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളും സന്തോഷങ്ങളും എല്ലാവരും ഒരേപോലെ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വാർത്തകളൊക്കെ ഒന്ന് കാണുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അല്ലേ? വളരെ സൗഹൃദപരമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയം ഉള്ളത്. എല്ലാ പാർട്ടിക്കാരുണ്ടെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കും. അതൊരു വലിയ വിഷയങ്ങളൊന്നും വരില്ല. വളരെ സൗഹൃദപരമായിട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. ചർച്ചകളൊക്കെ അങ്ങോട്ട് ഉണ്ടാവും, ഉണ്ടാവും. പക്ഷേ അതൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ? ഇവിടെ കൂടുതലായിട്ടും ജയിച്ചു വന്നിട്ടുള്ളത് UDFന്റെ മുന്നണിയാണ്. ഇപ്പോഴും അവർക്കാണ് ഭൂരിപക്ഷം. UDFന്റെ വിജയസാധ്യതയുള്ള സീറ്റാണ് തീർച്ചയായിട്ടും. ഈ അങ്ങാടിയിലൊക്കെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ സജീവമാണ്. ഇപ്പോഴും സജീവമാണ്. ഈ അങ്ങാടികൾ, ഈ പ്രദേശത്ത് എപ്പോഴും രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴും UDFന് അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കൊണ്ടുവന്നതിന് കൂടുതൽ ആളുകളും UDFനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നല്ല ചർച്ചകളാണ് നടക്കുന്നത്. ആരോഗ്യമായ ചർച്ചകളാണ്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യമുണ്ടെങ്കിൽ കൂടി വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല സദ്ദുദ്ദേശത്തോടുള്ള നല്ല രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത്. അതായത് നാട്ടില് പെരുന്നാളാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലം കൂടിയാണ്. അപ്പോൾ പെരുന്നാളിന് രാഷ്ട്രീയത്തിന് അവധിയൊന്നുമില്ല, അല്ലെങ്കിൽ ചർച്ചകൾക്ക് അവധിയൊന്നുമില്ല. അതൊക്കെ ചൂടേറിയ ചർച്ചകൾ തന്നെ നടക്കുന്നത്. സൗഹൃദപരമായ ചർച്ചകളാണ് ഞങ്ങളിവിടെ സാധാരണ നടക്കുക. സൗഹൃദപരമായ ചർച്ചകളാണ്. UDFന്റെ സീറ്റാണ്. തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചെറിയ പെരുന്നാളൊക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ആശംസകളും ജാതിമത ഭേദം ഇല്ലാതെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഏതായാലും ഈ ചെറിയ പെരുന്നാൾ സുദിനത്തിലും ഇതുപോലെയുള്ള അങ്ങാടികളിലൊക്കെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലേക്കും പ്രചരണങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ കടക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ മീഡിയ വണ്ണിലെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആളുകൾ. ഏതായാലും ഇനി വരാനുള്ളത് വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളും പ്രചരണത്തിൽ സജീവമാകും എന്നുള്ളത് തന്നെയാണ്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ, മലപ്പുറം.